അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാൻവ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒരു ചെറിയ രീതിയിൽ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാൻവ ഇതുവരെ പരിചയം ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ക്യാൻവ എടുത്ത് ഓപ്പൺ ചെയ്ത് സൈനപ്പ് കൊടുക്കുക. അതിന് പേര്, മെയിൽ ID കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്ത് നമ്മുടെ മെയിലിലേക്ക് കറക്റ്റ് മെയിൽ കൊടുക്കണം. മെയിലിലേക്കൊരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്താലേ അത് കൃത്യമായിട്ട് ഓപ്പൺ ആവുള്ളൂ. ക്യാൻവ 2 തരം ക്യാൻവ ഉണ്ട്. ഒന്ന് പ്രോ വെർഷൻ, ഒന്ന് സാധാ നോർമൽ വെർഷൻ. നോർമൽ വെർഷന് ക്യാഷൊന്നും വേണ്ട. പ്രോ വെർഷന് മാസത്തിൽ 499 രൂപ ഈടാക്കുന്നുണ്ട് അവർ. പിന്നെ OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ OTP അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ OTP അടിച്ചു കൊടുത്ത് ഏത് യൂസേജാണ് പേഴ്സണൽ കൊടുത്തിട്ടുണ്ട്. ടെംപ്ലേറ്റ്സുകൾ പല വിധത്തിലുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് കവർ, ട്വിറ്റർ, പിൻട്രസ്റ്റ്, ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. പേഴ്സണലായിട്ട് നമുക്ക് ID കാർഡ്, റെസ്യൂമെ, പോസ്റ്റ് കാർഡ്, ടീഷർട്ട് പ്രിൻറ്റിങ് എല്ലാം ചെയ്യാൻ പറ്റും. ബിസിനസ് പരമായിട്ടാണ് ഈ വെബ്സൈറ്റുകൾ ലോഗോ, ബിസിനസ് കാർഡ്, ഇൻവോയ്സ്, പ്രപ്പോസൽ, ബിസിനസ് പ്രപ്പോസലുകൾ, ഇനി അത് ഒരുപാടുണ്ട്. എന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരും. മാർക്കറ്റിംഗ് ഫീൽഡിലാണെങ്കിൽ നമുക്ക് പോസ്റ്റേഴ്സ്, ബ്രോഷർ, ന്യൂസ് ലെറ്റർ ഒക്കെ അടിക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ പർപ്പസിലാണെങ്കിൽ വർക്ക്ഷീറ്റ്, സ്റ്റോറി ബോർഡ് പോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഇനിയും CRൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം താഴോട്ട് വരും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ സൂം വെർച്വൽ ബാക്ക്ഗ്രൗണ്ട്. സൂം അപ്പോൾ നമുക്ക് കളർ മാറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മൈൻഡ് മാപ്പിൻ്റെ ഒരു ചാർട്ട്, ഇതെല്ലാം അതിലിപ്പോൾ ചെയ്യാൻ പറ്റും നമുക്ക്. ഓരോ വിഭാഗത്തിനും 10,000-കണക്കിന് ടെംപ്ലേറ്റ്സുകൾ ഇതിൽ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഫ്രീ വെർഷനാണ്. ഇതിൽ വലിയ മറ്റ് ബുദ്ധിമുട്ടുകളോ വാട്ടർമാർക്ക് വരുന്ന കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് ഒരു ഡിസൈനിങ് അറിയാത്ത ആളുകൾക്ക് പോലും ഇത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമുക്ക് ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കാം. ഹോമിൽ പോയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ നേരിട്ട് ഇവിടെ ക്രിയേറ്റ്, നമുക്ക് തംബ്നെയിൽ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ പ്രോ വെർഷനിൽ വരുന്ന ടെംപ്ലേറ്റ്സുകൾ. ഇത് എല്ലാം യൂട്യൂബ് തംബ്നെയിലിൻ്റെ സൈസിലാണ് വരുന്നത്. ഈ ഇത് കാണുന്നതൊക്കെ കാണുന്നതൊക്കെ പ്രോ വെർഷനിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തീമിൻ്റെ കാര്യം നോക്കാം. യൂട്യൂബ് 900ഓളം തീമുകൾ യൂട്യൂബ് പരമായിട്ട് വരുന്നുണ്ട് ഇതിൽ. അങ്ങനെ അതിൽ ആർട്ട് രീതിയിൽ വരുന്നത് ടോട്ടൽ 900. പിങ്ക്, അങ്ങനെ ഓരോ കളർ, ട്രാവൽ, ബ്യൂട്ടി, ഹെൽത്ത്, ഫിറ്റ്നസ്, ബിസിനസ്, അങ്ങനെയെല്ലാം ഒരുപാട് വരുന്നുണ്ട് ടെംപ്ലേറ്റ്സുകൾ. നമുക്ക് ഏത് വിഭാഗത്തിലാണോ നമ്മുടെ വീഡിയോ, അതിനനുസരിച്ച് നമുക്ക് തംബ്നെയിൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു ബ്ലാങ്കിലാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് നമുക്ക് ചെയ്യാൻ പറ്റും, അത് ഓരോന്ന് മാറ്റി എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും എല്ലാതും. അപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഫസ്റ്റ് വരിക. അതിനാദ്യം ചെയ്യേണ്ടത്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ കളർ ഉപയോഗിക്കാം. അതല്ല ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് ഉപയോഗിക്കാം. ഫോട്ടോസ് ഇത് 3D ഫോട്ടോസാണ്. അപ്പോൾ നമുക്ക് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളർ ബാക്ക്ഗ്രൗണ്ട് വരും. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് സാധാ കളറുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ക്യാൻവൻ്റെ കളറാണ് ഉപയോഗിക്കുന്നത്. ക്യാൻവയ്ക്ക് ഒരു കളർ ഉണ്ടല്ലോ, ക്യാൻവേൻ്റെ ഒരു ബ്രാൻഡ് കളർ. അപ്പോൾ ആ കളറാണ് ഇതിപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അതിലേക്ക് ടെംപ്ലേറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ താഴോട്ട് ടെംപ്ലേറ്റ്സ് നമുക്ക് ആവശ്യമുള്ള എടുക്കാൻ പറ്റും. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചിഹ്നങ്ങളും ഓരോ രൂപങ്ങൾ, ഗ്രാഫിക്സ്, ഫോട്ടോസ്, വീഡിയോസ്, ഇതെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ചാർട്ടുകൾ, ഫ്രെയിമുകൾ. ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കൊരു ഫോട്ടോ, അതിലേക്കൊരു ഫോട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ടു. ഇതൊരു ലോഗോ പോലെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ രൂപം എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഇത് വരിക.
റൗണ്ട് ഷേപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയും. നമുക്കതിൻ്റെ ആവശ്യം ഇപ്പം നിലവിലില്ല. ഇത് ചാർട്ടുകൾ, അതൊക്കെ ബിസിനസ് ആവശ്യം മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് ചാർട്ടുകൾ ഉപയോഗിക്കാം. ഇതും നേരത്തെ പോലത്തെ ഫോട്ടോസ്, രണ്ട് ഫോട്ടോസ് ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുത്ത്, ഒരു ഫോട്ടോസ് ഇങ്ങോട്ടും കൊടുത്ത്. അപ്പോൾ ഒറ്റ പേജിൽ തന്നെ രണ്ട് ഫോട്ടോസ്, ഇതിനാണ് ഇത് ഉപയോഗിക്കുന്നത്.